വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച വാട്ടർ റീഡിംഗ് മീറ്റർ മോഷ്ടിച്ചതായി പരാതി. അഞ്ചൽ ചന്തയ്ക്ക് സമീപത്താണ് സംഭവം. പോലീസ് കേസെടുത്തു. അഞ്ചൽ ടൗണിൽ ചന്തയ്ക്ക് സമീപത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീടിന്റെ മുൻവശത്തെ വാട്ടർ മീറ്ററാണ് മോഷ്ടിച്ച് കടത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് ഇവിടെ വന്നപ്പോൾ മീറ്ററോടുണ്ട്, 1.5 മീറ്ററുണ്ട്. ഇവിടെ നിന്ന് വെള്ളമില്ല. പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് അപ്പോഴും മീറ്ററുണ്ട്, അപ്പോഴും വെള്ളമില്ല, അടച്ചിട്ടങ്ങ് പോയി. വൈകിട്ട് 4-4:30 മണിയായപ്പോൾ വന്ന് വീണ്ടും വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക് സാധനമില്ല. അത് കട്ട് ചെയ്ത് കൊണ്ടുപോയിരിക്കും. ഉച്ചയ്ക്ക് 2 പേര് ഇവിടെ നിൽക്കുന്നത് പറയുന്നത് ബംഗാളിയെ പോലെ അവിടെ നിന്നിരുന്ന് എന്താ ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈഫ് വിചാരിച്ച് വെള്ളം തുറന്നിടുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ മിണ്ടിയില്ല. അപ്പോൾ വൈകിട്ട് പോയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞാൽ അവിടെ 2 പേർത്ത് കൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബംഗാളിലെല്ലാം ജോലിക്കാർ താമസക്കാരുണ്ട്, അവർ രാവിലെ ജോലിക്ക് പോകും. അതുകൊണ്ട് പിന്നെ വൈകിട്ടേ വരുത്തുള്ളൂ, 6:30-7 മണിക്കാർ വരും. പരാതി സ്റ്റേഷൻ കൊടുക്കുന്നത് വാർഡിൻ്റെ മീറ്റർ നമ്പർ വേണമല്ലോ. ഇതിൻ്റെ ഓണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പുള്ളി വാട്സപ്പിൽ ഇങ്ങനെ അയച്ചു തരാമെന്ന് പറയും. അപ്പോൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവിടുന്ന് റിസിപ്റ്റും മേടിച്ച് എ കാണാൻ പോകും. മടത്തറയോ കടക്കിലോ കണ്ട അതിൻ്റെ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് പറയും. പട്ടാപ്പകലാണ് മോഷണം നടന്നത്. കേരള വാട്ടർ അതോറിറ്റി അധികൃതരുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായി നേരിടുന്ന മേഖല കൂടിയാണ് അഞ്ചൽ ടൗണും പരിസരവും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.